വേനൽമഴ ശക്തി പ്രാപിച്ചതോടെ വെള്ളക്കെട്ടായി മാറുകയാണ് തലസ്ഥാന നഗരിയാകെ. തീരദേശ മേഖലയിൽ അടക്കം ദുരിതത്തിലാണ്. വലിയതുറ സുലൈമാൻ മുക്കിലെ വെള്ളക്കെട്ടിൽ വീണ് വീട്ടമ്മയുടെ കാലിന് പരിക്കേറ്റുണ്ട്. ആദ്യം ആ വീട്ടമ്മയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്, അത് കേൾക്കാം. അതിനുശേഷം വലിയതുറയിൽ നിന്ന് പ്രശാന്ത് കൂടി വിശദമായ വിവരങ്ങളുമായി. ആദ്യം ആ അമ്മയുടെ പ്രതികരണത്തിലേക്ക്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, മോനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയേനെ. കുഞ്ഞിനെ വെച്ചിട്ടാണ് വന്ന, ഒരു അത്യാവശ്യമായിട്ട് ഇടവഴി കൂടെ അങ്ങ് കയറി വന്ന. ഈ റോഡ് ഇത്രയും ബ്ലോക്കാണ് നമുക്ക് അറിഞ്ഞുകൂടാ. കാല് വരെ അതാ പൊട്ടി, കാണുന്നുണ്ടോ? കാണുന്നില്ല, കുളിയായിട്ട് കിടക്കുന്നു. മഴ പെയ്ത് തുടങ്ങിയ പറഞ്ഞാൽ അത് മറയാൻ തുടങ്ങി. പിന്നെ വർണ്ണ ഒരു ഗ്യാർ വരുമ്പം അത് എങ്ങനെ തട്ടിമുട്ടി വീണു. തീർച്ചയായിട്ടും ഇതൊന്ന് ശരിയാക്കേണ്ട ഒരു പാതയെ തന്നെയാണ്. ഇതെങ്ങനെയും ശരിയാക്കണം. അത് തന്നെ കുളിയായിട്ട് കിടക്കണത്. ശാന്ത, എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു അവസ്ഥ? മഴ ഒരല്പം ശമനം പല മേഖലയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, എന്നാലും വെള്ളക്കെട്ട് ഒഴുകുന്നില്ല. പ്രശാന്ത്, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് അവിടുത്തെ അവസ്ഥ? വലിയതുറ ഭാഗത്താണ്. വലിയതുറ വള്ളക്കടവ് സുലൈമാൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഭാഗത്താണ്. അതായത് നമ്മുടെ ഈ ഡൊമസ്റ്റിക് എയർപോർട്ടിന്റെ തൊട്ടടുത്ത് നിരവധി ആളുകൾ ഈ എയർപോർട്ടിലേക്ക് അടക്കം വന്നു പോകുന്ന ഒരു വഴിയാണ് ഞാൻ വഴിയിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ വെള്ളക്കെട്ടായിട്ട് തോന്നും, നദിയാണെന്നൊക്കെ തോന്നും. എങ്കിൽ പോലും നദിയോ തോടോ ഒന്നുമല്ല, ഇതൊരു പൊതുവഴിയാണ്. നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന ഒരു പൊതുവഴിയാണ്. അതും തലസ്ഥാനത്തിന്റെ തന്ത്രപ്രധാനം എന്ന് പറയുന്ന ഒരു ഭാഗം, നിരവധി വാഹനങ്ങൾ ദിനംപ്രതി സഞ്ചരിക്കുന്ന ഒരു ഭാഗം. ഡൊമസ്റ്റിക് എയർപോർട്ടിൽ സർക്കാർ വാഹനങ്ങളും ഇതര വാഹനങ്ങളും പൊതുജനങ്ങളും അടക്കം സഞ്ചരിക്കുന്ന ഒരു വഴി. ആ വഴിയിലെ നിലവിലെ അവസ്ഥയാണിത്. മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യം. മാത്രമല്ല, മഴ പെയ്ത് വെള്ളക്കെട്ടായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് ഇതിന്റെ തൊട്ടടുത്തായിട്ടൊരു ചെറിയൊരു വഴിയുണ്ട്, ഇടവഴിയുണ്ട്. ആ ഇടവഴിയിലെല്ലാം നിരവധി ആളുകളാണ് താമസിക്കുന്നത്. നിരവധി വീടുകളുണ്ട്. കുഞ്ഞുകുട്ടി പരാധീനങ്ങളടക്കമുള്ള നിരവധി ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. അതേസമയം മുട്ടപ്പം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന സാഹചര്യം നമുക്കറിയാം. ഞാൻ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ മുട്ടോളം വെള്ളം ഇവിടെ ഉണ്ട്. അതായത് ഈ ഒരു ഭാഗത്ത് നിരവധി വാഹനങ്ങളടക്കം കടന്നു പോകുന്ന സ്ഥലമാണ്. ഇത്തരത്തിൽ സ്ഥലത്താണ് ഒരു ചെറിയ മഴ പെയ്തപ്പോൾ ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 25 വർഷത്തോളമായിട്ട് ഇത്തരം ഈ സ്ഥിതിയാണ് എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഈ പ്രദേശവാസികളടക്കം പരാതിപ്പെടുന്നത്. നിരവധി തവണ അധികൃതമായി പരാതിപ്പെട്ടു. ആ പരാതിപ്പെട്ടിട്ടൊന്നും ആരും ചെവിക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. ഇതുപോലെ ഈ അവസ്ഥ, ഈ സ്ഥിതി തുടരുന്ന സാഹചര്യമാണുള്ളത്.